ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാഭാഗം ആവർത്തന പുസ്തകം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ആവർത്തന പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ഇസ്രായേൽ ജനത വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി മോശ ജനത്തെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ നാം കാണുന്നത്. ഇന്നത്തെ വായനാഭാഗത്ത് ദൈവത്തിൻ്റെ കൽപ്പനകൾ ഓർക്കുവാനും അവയെ അനുസരിക്കുവാനും അവ പുതിയ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം എന്നും പറയുന്നുണ്ട്. കാരണം ദൈവം നൽകിയിട്ടുള്ള നിയമങ്ങളും കൽപ്പനകളും അത് വെറും നിയമങ്ങളല്ല, പിന്നെയോ ജീവനും സമൃദ്ധിയും നൽകുന്നവയാണ്. അതുകൊണ്ട് അവ അനുസരിക്കേണ്ടതും ആവശ്യമാണ്. ഇത്തരത്തിൽ ഇസ്രായേല്യർ പിന്തുടർന്നതുപോലെ നമ്മുടെ ഹൃദയത്തോട് ചേർക്കുവാൻ സാധിക്കുന്ന 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവവചനത്തെ ചേർത്ത് പിടിക്കുക. ദൈവവചനം പൂർണ്ണമാണ്. സൃഷ്ടാവായ ദൈവം അപൂർണമായ ഈ ലോകത്തെയും ക്രമത്തെയും പൂർണ്ണതയിലേക്ക് വരുത്തിയവനും ആണ്. അതിനാൽ യഹോവയായ ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായ ജീവിത പ്രമാണങ്ങളാണ് ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതിനാൽ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് ഒന്നും കുറയ്ക്കുകയോ ചെയ്യരുത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. സീനായി പർവ്വതത്തിൽ തീയിൽ നിന്ന് സംസാരിച്ചവനാണ് ദൈവം. അതിനാൽ ആ ദൈവത്തെ മറക്കുകയോ ദൈവവചനത്തെ അവഗണിക്കുകയോ വിഗ്രഹാരാധനയിൽ വീഴുകയോ ചെയ്യരുത് എന്നാണ് ഇവിടെ വ്യക്തമായി നമ്മോട് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ലോക സംഭവങ്ങളുടെ മധ്യത്തിൽ ശരിയായ ജീവിതം നയിക്കുന്നതിന് ദൈവവചനം അത്യാവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മെ സഹായിക്കുന്നു. അതിനാൽ ഈ ദൈവവചനത്തെ നാം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. രണ്ടാമതായിട്ട്, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. ദൈവത്തെ നാം സ്നേഹിക്കുകയും നമ്മുടെ മക്കൾക്ക് ഈ ദൈവത്തെ കാണിച്ചു കൊടുക്കുകയും വേണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കുവാനായിട്ട് സാധിക്കും. ഷേമ എന്ന എബ്രായ ഭാഷയിലെ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന്. ക്ഷേമ എന്ന പദത്തിൻ്റെ അർത്ഥം കേൾക്കുക, അനുസരിക്കുക, സ്നേഹിക്കുക എന്നതാണ്. ദൈവശബ്ദം നമ്മൾ കേൾക്കുക മാത്രമല്ല, അത് അനുസരിച്ച് ജീവിക്കുകയും മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ഏക സത്യ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും നമ്മൾ ചെയ്യണം. ഇന്നത്തെ വായനാഭാഗത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാന മർമ്മങ്ങൾ: ദൈവത്തെ മറക്കരുത്, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കുക. അതിനാൽ ഭവനങ്ങളിലും സഭയിലും സമൂഹത്തിലും ഈ ദൈവവചനം കൈമാറേണ്ടത് ആവശ്യമാണ്. നമ്മുടെ തലമുറകളിലേക്ക് നമ്മൾ ഇത് കൈമാറ്റം ചെയ്യപ്പെടണം, അല്ലെങ്കിൽ പകർന്നു കൊടുക്കേണ്ടതും ആവശ്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതം ഞായറാഴ്ചകളിൽ മാത്രം ഒതുക്കി നിർത്തപ്പെടേണ്ടതായിട്ടുള്ള ഒന്നല്ല, പിന്നെയോ ആത്മീയത നമ്മുടെ ദിനചര്യയായി മാറണം. അപ്രകാരം ക്ഷേമ നമ്മുടെ ദിനചര്യയായി അഥവാ ജീവിത ശൈലിയാക്കി മാറ്റുവാൻ ദൈവം നമ്മെ ഏവരെയും തുണയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ വചനം കേൾക്കുവാനും അനുസരിക്കുവാനും എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. യഥാർത്ഥ ആത്മീയത ഞങ്ങളുടെ ദിനചര്യയാക്കി മാറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.